എന്താണ്? ആ എനിക്ക് മോഷം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പൈസ കട കൊടുക്കണത്. അത് മനസ്സിലാക്കി ആദ്യം. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടാവണം ഉഷാറേ, അത് തിരിച്ചു കൊടുക്കുമ്പോൾ കാണിക്കണം. ആ അല്ലാണ്ട് പിന്നെ നടക്കില്ലാതെ ഞാനിപ്പോൾ വേറെ വീട്ടിലേക്ക് വരുവാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ വരും കേട്ടാ. ആ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ അവിടെ വരും. ആ പൈസ അവിടെ എടുത്ത് വെക്കി. ആ അല്ലാത്ത ഇടപാടെ നടക്കില്ല പറയാൻ നടക്കില്ല അതന്നെ. ആ ശരി. ആ വെച്ചോളി അവിടെ നിൽക്കട്ടെ വീട്ടിൽ. എന്താ വാതിലൊക്കെ തുറന്നിട്ട് ആളില്ലേ? ആ വരെ. എന്തൊക്കെയുണ്ട് സുഹൃത്തന്നല്ലേ? ആ എന്നാ പൈസ എടുക്കും. അല്ല മൂപ്പര് കച്ചവടത്തിന് പോയി. ആ മൂപ്പര് പോയിക്കോട്ടെ, എന്നാലും നിങ്ങൾ തന്നാ മതിയല്ല പൈസ. നമുക്ക് പൈസ എല്ലാം ഉണ്ട്. മൂപ്പര് വരുമ്പോ ഞാൻ പറയാ. അതെ ഇതിപ്പോ 1, 2, 3 അടവല്ല, അടവ് ഒരുപാട് തെറ്റി കിടക്കുന്നുണ്ട്. ഞാനിത് എന്ത് ചെയ്യും പിന്നെ? അങ്ങോട്ട് എത്തിക്കും. ആരെത്തിക്കും? ഇത് വരുന്ന സമയത്ത് ആളെ കാണില്ല, പിന്നെ എവിടേക്ക് എത്തിക്കാനാണ് നിങ്ങള്? നിങ്ങളൊന്ന് പതിയെ പറ. ആൾക്കാർ എന്ത് പതിയെ പറയണ്? ആൾക്കാർ കേൾക്കട്ടെ നിങ്ങൾ പൈസ അടക്കാത്ത ആൾക്കാരാണെന്ന്. ഒരു കാര്യം ചെയ്യും, കാര്യം ശരിയാവില്ല. മൂപ്പരെന്ന് വിളിക്കും നിങ്ങള്. ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ട് നമ്പർ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കട്ട് ചെയ്യും. എടുക്കണില്ല. നിങ്ങൾ വിളിക്കും. ഒന്ന് വിളിച്ചു നോക്കി. എല്ലാരും അടവ് പഠിച്ചിരിക്കുന്നു. ആ വേണ്ട ആളകത്തിന്റെ ഇങ്ങനെ വിളിക്കുന്നത് അതിനുള്ളത്. ഫോണൊന്നും കൊണ്ടുപോകാത്തതാണ്. ഞാൻ ഇപ്പൊ എന്ത് വേണം? നിങ്ങൾ പോയിട്ട് വരിക, അപ്പോഴേക്കും മൂപ്പര് വരൂ. മൂപ്പരകത്തുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ല, മൂപ്പര് കച്ചവടത്തിന് പോയതാ. ഞാൻ കയറി നോക്കിയാലോ? നിങ്ങൾ പോയിട്ട് വന്നോളി. അങ്ങനൊന്നും വേണ്ടേ? എങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ ഇങ്ങോട്ടൊന്നും കയറണ്ട, പോയിക്കോളി. പേരെന്നാ? മൊയ്തു. അവങ്ക പേര്. നീ പേര്? സൂറ നല്ല പേര്. കുട്ടികളെ ഇല്ല. കുട്ടികളില്ലേ? നീ ഒരു കാര്യം ചെയ്യും, ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇടും. കട്ടൻ കാപ്പി എല്ലാം കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാം. അപ്പൊ അവൻ വരും. നിങ്ങൾ പോയിട്ട് വന്നോ? അല്ല പോയ എങ്ങനെ ശരിയാവും? പൈസ വേണ്ടേ? പൈസ ഇല്ലല്ലോ. അപ്പോഴേക്കും മൂപ്പര് വരൂ. അല്ല അത് വേണ്ട, നീ കട്ടൻ കാപ്പി വെച്ചോ. അല്ലെ നമുക്ക് ആത്തിരുന്ന് സംസാരിക്കാം. വേണ്ട. അത് ആത്തിരുന്നാല് ഇവിടെ കട്ടൻ കാപ്പി ഒന്നും ഇല്ല. എന്തായാലും കുഴപ്പമൊന്നും. നിങ്ങളൊന്ന് പോയിട്ട് വരി. ഞാൻ അകത്തേക്ക് വരാം, നമുക്ക് ആത്തിരുന്ന് സംസാരിക്കാം. എന്താണ് ഇതെന്താണ് ഇത്? കണ്ട പലിശക്കാരൊക്കെ ഇവിടെ. ആരാണ് ഈ പലിശക്കാരനൊക്കെ ഇവിടെ വിളിച്ചു കയറ്റണേ? എന്താണിത്? എന്താ സംഗതി ഇവിടെ? എന്താണ് ഇവിടെ? പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അത് മേടിക്കാൻ വേണ്ടി. ഓൻ്റെ കൈ വാങ്ങിയോ? എന്തെന്നാ ഈ ഹമുക്കനെ കൊണ്ട് ചെയ്യ? എന്താനൊക്കൊന്ന് പറഞ്ഞൂടെ കുട്ടിയെ? ഞാൻ പാപ്പനോട് പറഞ്ഞല്ലേ കുറച്ച് കായ് കൊടുക്കാൻ വേണ്ടിട്ട്. എവിടുന്ന് ഞാൻ എടുത്ത് കൊടുക്കണ? ഇന്ത്യയിലെ എവിടെ കായ്? കായില്ല ഞാൻ തരാം. ഈ 5000 ഈ എന്തിനാ 5000? എന്നിട്ട് നിങ്ങളാ കായ് അവർക്ക് കൊടുക്കണം. എന്നിട്ടോ? അപ്പൊ അവരെനിക്ക് തരും. എന്നാ പിന്നെ എന്തിനാ ഈ കൊടുക്കണ? എന്റെ തന്നെ വെച്ചാ പോരെ? എന്റെ എല്ലാം വെച്ചാൽ എനിക്ക് പലിശ കിട്ടില്ലല്ലോ. അത് ശരി, പലിശക്ക് ഇറക്കടില്ല. ഈ ജാതി ആൾക്കാരുടെ കയ്യിലാണ് കായ് മേടിച്ചേക്കണേ. എവിടെ എവിടെ എന്നിട്ട്? കച്ചവടത്തിന് പോയി. അതെ, ഓൻ കച്ചവടത്തിന് പോയിക്കാണെങ്കിൽ പിന്നെ വായോ. ഇപ്പൊ തൽക്കാലം ഇറങ്ങ്, പിന്നെ വായോ. അതെ, മൂപ്പര് വരുന്ന വരെ ഞങ്ങൾ ഇവിടെ ഒരു കട്ടൻ കാപ്പിയോ കുടിച്ചിരുന്ന് വർത്താനം പറഞ്ഞോളാം. നിങ്ങൾ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങി. എന്നാ പിന്നെ അങ്ങനെ എന്താ? എന്ത് എന്താ എന്നോട് പറഞ്ഞ കൂട്ടത്തിച്ച് വർത്താനം പറഞ്ഞിരിക്കേ? അങ്ങനെയൊന്നും പറയരുത്, ആൾക്കാർ കേൾക്കും. ആൾക്കാർ കേട്ടാ അത്ര തന്നടാ. നിങ്ങൾ തരും പൈസ, നിങ്ങൾ തരുന്ന പൈസ. ഏണോ ചെങ്ങായി, എന്റെ എവിടെ കായ്? ഞാൻ ഈ പള്ളിയിൽ പോയി നിസ്കരിക്കണം, എന്റെ എവിടെ കായ്? നിസ്കാരത്തിനൊക്കെ കായ് ഇട്ടു വെച്ച് ഇപ്പൊ ഞാൻ ലസങ്ങൾ ഉണ്ടാക്കിണ്ടാവും, അത്ര നിസ്കരിക്കുന്നുണ്ട് ഞാൻ. നാളെ വരട്ടെ, പൈസ വാങ്ങിട്ടേ പോകുള്ളൂ. അല്ല അത് ശരിയാവൂല. നടക്കില്ല. ബഹളം ഉണ്ടാക്കണോ? ഞാൻ എന്റെ പലിശക്ക് വാങ്ങിട്ടപ്പൊ ഈ ബഹളം ഉണ്ടാക്കണം ആൾക്കാർ വിചാരിക്കുന്നു. ഇതിപ്പോ എന്റെ കുട്ടീനെ കല്യാണം കഴിച്ചോർത്ത സ്ഥല. ഞാൻ വല്ലപ്പോഴും ഒന്ന് കേറി വരുന്ന സമയത്ത് ഈ ജാതി ബഹളം ഇവിടെ കേട്ടാല് എന്താ സ്ഥിതി? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ പേരും അഡ്രസ്സും പറയും. എന്റെ പേര് കോയ. കോയ വെളുത്താട്ടിൽ കോയ എന്നാണ്. വെളുത്താട്ടിൽ കോയ. വെളുത്താട്ടൊക്കെ ശരിക്കുള്ള അഡ്രസ്സ് പറയാം. വെളുത്താട്ടിൽ നിന്നാണോ ചങ്ങായി എന്റെ അഡ്രസ്സ്? എന്താ പറഞ്ഞ ഇജ്ജ് വന്ന് അന്വേഷിക്കണോ?
വെളുത്താട്ടിൽ കോയാന്ന് പറയാൻ അറിയാത്ത ആൾക്കാരുണ്ടോ ചോദിക്ക്. നിങ്ങളാ മുക്കിലെ ഷാപ്പിന്റെ അവിടെ അഞ്ച് അവിടെ ഒന്നും വന്നിട്ട് അന്വേഷിക്കണ്ടട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. മുക്കിലെ ഷാപ്പിൽ അവിടെ നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ. ഏത് ആ മുക്കിലെ ഷാപ്പിന്റെ അവിടെ നിങ്ങളെ ഏതാ കണ്ടു. മുക്കിലി സാപ്പ്? ഈ വെളുത്താട്ടിലെ വീട് എവിടെയാണ്? ആ മുക്കിലി സാപ്പൊന്നും അറിയില്ല. അതിന്റെ അവിടെ റേഷൻ കട അധികം അങ്ങോട്ട് പോകണം. അവിടെ സാപ്പൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഈ വെളുത്താട്ടിൽ കോയാന്ന് ഈ അന്വേഷിച്ചാൽ മതി. ഞാൻ ഇപ്പൊ പോവാണ്. ആ ഈ പോ. ഞാൻ അടുത്ത ആഴ്ച ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇവര് പൈസ തന്നിട്ടില്ലെങ്കിൽ ഞാൻ നേരെ വെളുത്താട്ടിലേക്ക് വരും. നിങ്ങളുടെ വീടിന്റെ പടിക്കൽ വന്നത് കള്ള് കുടിച്ചിട്ട് ഞാൻ ഉറക്കം വിളിച്ചു പറയും കേട്ടോളേ. ഇത് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടേ പൈസ ഇല്ല, കട്ടൻ ചായ ഇല്ല. വാപ്പാ സൂറാ, സൂറാ, ഇവിടെ എവിടെ പോയി കുത്തിരിക്കാണ് ഇവള്? സൂറാ, ആ, ഇവിടെ വന്ന് കുത്തിരിക്കാണ്. എത്ര നേരം അന്നെ വിളിക്കണേ? എവിടെയൊക്കെ തെറിയണ്? ആ വാതിലൊക്കെ തുറന്നിട്ട് ഇവിടെ വന്ന് കുത്തിരിക്ക. എന്താ പങ്ക് പറ്റി? ഇതെന്താ മുഖമൊക്കെ വീർത്തിരിക്കണേ? ഇജ്ജ് നിലവിളിച്ചിന്? ഇങ്ങോട്ടോക്ക് നിലവിളിച്ചിന്. എന്താണ്ട് പ്രശ്നം പറയടോ? നിങ്ങൾ ഞാൻ പറയണ വല്ലതും കേൾക്കാറുണ്ടോ? എന്താ കേക്കാത്ത? എന്താ പലിശക്കാരൻ വന്ന്. ഏത് പലിശക്കാരൻ? നിങ്ങൾക്ക് എത്ര പലിശക്കാരനെ അറിയൂ? സത്യശീലനല്ലേ? ആ, എന്തു പറഞ്ഞു? നിങ്ങൾ എന്താ ഓന്റെ പൈസ കൊടുക്കാത്ത? പൈസ കൊടുക്കാൻ കയ്യിലില്ലേട്ടോ. ഞാനിപ്പോഴും പോയി വരാണ്. ഒരാളെടുത്തും റോൾ ചെയ്യാൻ സാധനമില്ല. എല്ലാരും ആയിട്ടില്ല. അപ്പൊ എന്താക്കും? ഇവിടെ എന്തെല്ലാം പ്രശ്നം നടന്നെന്ന് അറിയോ? ഏ ഓന്റെ ഒരു വർത്താനം ആ സമയത്ത് വാപ്പയും വന്ന്. അല്ലോ, എന്നിട്ട് ഓര് തമ്മിൽ കച്ചറയായി. പാപ്പൻ എന്തിനാ സമയത്തും കൊണ്ട് കെട്ടിയെടുത്ത്? എന്റെ വാപ്പ വന്നാണ് പ്രശ്നം. അതല്ല, നിങ്ങളിത് എന്ത് കണ്ടിട്ടാണ് ഈ പലിശക്ക് എന്തിനാണ് പൈസ എടുക്കണേ? വേറെ ഭയില്ലായിട്ടാണ്. ഈ എന്താ ഇന്നെ മനസ്സിലാക്കാണ്ട വർത്താനം പറയണ? ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ ശേഷം ശരിക്കും മീൻ കച്ചവടം നടന്നിട്ടുണ്ടോ? ഏടുന്ന പൈസ എടുത്ത് കൊടുക്കുക. ഇപ്പൊ 7-ാം തീയതി വാടക കൊടുക്കണം വീടിന്റെ. എവിടെയുള്ളത്? ഇതൊക്കെ റോൾ ചെയ്യണ്ടേ? നിങ്ങൾ എന്തെന്ന് റോൾ ചെയ്യണെന്നായി പറയണ്? നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ റോളിങ്ങിലാ. അംബാനി വേറെ റോളിങ്ങിലാ. പിന്നെ ഇന്നെ മാത്രം കുറ്റപ്പെടുത്തി. അംബാനിന്റെ ഭാര്യന്റെ അടുത്ത് ആരെങ്കിലും ഇമാരി വൃത്തികേട് വന്ന് പറയണ്ടോ? ഉണ്ടോ? ഓൻ എന്ത് വൃത്തിയോടെ പറഞ്ഞ്? ഇനിയിപ്പൊ അത് കേട്ടാലേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അല്ല, പൈസ ചോദിക്കാൻ വന്ന പൈസ ചോദിച്ചാ പോരെ. പിന്നെ അതിന്റെ അടുത്ത് വൃത്തിയോടെ പറയാൻ നിൽക്കണോ? ഓന്റെ പൈസ മേടിച്ച് വെച്ചിട്ട് നിങ്ങള് എന്നെ കൊണ്ട് പറയിക്കരുത്. നിങ്ങൾ എന്ത് വഴിയാ കണ്ടേക്കണേ? എന്താ ഇപ്പൊ ഒരു വയ്യന്റെ പഠിച്ചോനെ. കുറച്ച് കായിട്ടില്ല. ഇപ്പൊ ആകെ ഞാൻ ഇറങ്ങാറാവും. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഒരു ലോൺ എടുക്കാ. എവിടുന്ന്? ബാങ്കിൽ നിന്ന്. എന്ത് വെച്ചിട്ടാണ് സൂറ ലോൺ എടുക്കണത്? ഈ വാടക വീട് വെച്ചിട്ടോ? എന്തെങ്കിലും ഒന്ന് പണയം വെക്കാൻ വേണ്ട നമുക്ക്? അന്നെ കെട്ടിക്കൊണ്ടുവരുമ്പോ കുറച്ച് പൊന്നിട്ടും ഞാൻ അതുണ്ടായില്ല. ഇനിയിപ്പൊ അതൊക്കെ അല്ല, അതല്ല ഞാൻ പറയാണ്. കുറെ ചങ്ങായിമാരൊക്കെ ഭാര്യമാരെ പണ്ടൊക്കെ പണയം വെച്ചിട്ടാ രക്ഷപ്പെടുന്നത്. നമുക്ക് അതും ഇല്ല.